മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള യാത്രയ്ക്കായി 1.16 കോടി രൂപയ്ക്ക് വാങ്ങിയ നവകേരള ബസ് വീണ്ടും പലതവണ പുറത്തിറക്കി കട്ടപ്പുറത്തായ ശേഷം 11 സീറ്റുകൾ കൂടി അധികമായി ഘടിപ്പിച്ച് വീണ്ടും ഓട്ടത്തിനിറക്കുന്നു. 11 ലക്ഷം രൂപ വരുന്ന ബയോ ടോയ്ലറ്റ്, ഫ്രിഡ്ജ്, മൈക്രോവേവ് ഓവൻ, ആഹാരം കഴിക്കാൻ പ്രത്യേക സ്ഥലം, വാഷ് ബേസിൻ തുടങ്ങിയ സൗകര്യങ്ങളോടെയായിരുന്നു ബസ് ആദ്യം പുറത്തിറക്കിയിരുന്നത്. നിലവിൽ എക്സിലേറ്റർ, പിൻഡോർ എന്നിവ ഒഴിവാക്കിയിട്ടുണ്ട്. പകരം മുൻഭാഗത്ത് മാത്രം വാതിൽ നിലനിർത്തി. ശൗചാലയം ബസ്സിൽ നിലനിർത്തിയിട്ടുണ്ട്. കോൺട്രാക്ട് കാരേജ് ബസ്സുകൾക്ക് വെള്ള നിറമേ പാടുള്ളൂവെങ്കിലും ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ബ്രൗൺ നിറത്തിൽ തന്നെയാണ് വാഹനം ഓടുക. ബംഗളൂരു കോഴിക്കോട് യാത്രയാണ് നടത്തുക. നിലവിൽ ബംഗളൂരു കോഴിക്കോട് യാത്രയ്ക്ക് ഈടാക്കിയിരുന്നത് 1280 രൂപയായിരുന്നു. എന്നാൽ ഇനി മുതൽ 930 രൂപ മാത്രമായിരിക്കും. നവകേരള യാത്രയ്ക്ക് ശേഷം ബസ് മ്യൂസിയത്തിൽ വയ്ക്കും എന്ന് CPM നേതാക്കൾ പറഞ്ഞതടക്കം വൻ പരിഹാസത്തിന് ഇടയായിരുന്നു. തുടർന്നാണ് വാഹനം KSRTCയുടെ സർവീസാക്കി മാറ്റിയത്. പിന്നീട് നഷ്ടത്തിൽ കലാശിച്ച് പലതവണ വാഹനം കട്ടപ്പുറത്താവുകയായിരുന്നു. മലയാളം ടെലിവിഷൻ, കോഴിക്കോട്.